ബാക്ക് ടു അനദർ വ്ലോഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കാഷ്വൽ എല്ലാ ദിവസം പോലെ തന്നെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ജസ്റ്റ് ലൈക്ക് എ നോർമൽ വർക്കിംഗ് ഡേ. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 5:45 ആയിട്ടുണ്ട്. സൺറൈസ് ഒക്കെ കഴിഞ്ഞു. ആൻഡ് ഞാൻ ഇന്നിപ്പോൾ രാവിലെ ഇന്നിപ്പോൾ എഴുന്നേക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ല. എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് ഇനി ഒരു ഡിറ്റോക്സ് ഡ്രിങ്ക് ഉണ്ടാക്കണം. ഡിറ്റോക്സ് ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് 3 o'clock ഡ്യൂട്ടി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റില്ലെങ്കിൽ ഐ വിൽ ബി വെരി ടയേർഡ്. ഈ ഡ്രിങ്ക് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഡ്രിങ്ക് നിങ്ങൾ ഉണ്ടാക്കുന്നത് കാണിച്ചോടെ തന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് ഉറങ്ങാൻ പോവാണ്. ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്, ഒരു ബീറ്റ്റൂട്ട് ആൻഡ് ലെമൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ 2 പേർക്കുള്ള ഡിറ്റോക്സ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു ഓൺ റെസിപ്പി ഒന്നുമല്ല, ബട്ട് വി ഓൾ നോ കുക്കുംബർ ബീറ്റ്റൂട്ട് ഇതൊക്കെ നല്ലതാണ്. കുറേ പേര് ജിഞ്ചറൊക്കെ ഇടുന്നത് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ജിഞ്ചർ വലിയ ഇഷ്ടമല്ല. ഇങ്ങനെ ഡ്രിങ്കിൽ ഇടുന്ന എനിക്കത് ചുവ പറ്റില്ല. നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മോസ്റ്റ്ലി വീഡിയോസ് ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫാണ്. ആൻഡ് ഇഫ് യു വാണ്ട് മോർ സ്കിൻ കെയർ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എൻ്റെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ തീരാറായി. സോ ഐ തോട്ട് അതൊന്ന് റീസ്റ്റോക്ക് ചെയ്തിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സ്കിൻ കെയർ വീഡിയോ ലേറ്റ് ആവുന്നത്. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻസ് ഐഡിയാസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ബിക്കോസ് എൻ്റെ കയ്യിലുള്ള കണ്ടൻസ് ഒക്കെ തീർന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ കൂടുതൽ പേർക്കും ഡേ ഇൻ മൈ ലൈഫ് തന്നെ കാണാനാണ് ഇഷ്ടം. അതൊരു കാര്യമാണ്. ബട്ട് എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഞാൻ Q&A ചെയ്തു, ട്യൂട്ടോറിയൽ ചെയ്തു. അപ്പോൾ അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ടു കമന്റ്, എന്നാലാണ് അറിയുള്ളൂ. കുക്കുംബർ ആഡ് ചെയ്തു, ബീറ്റ്റൂട്ട് ആഡ് ചെയ്തു. ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് ചിയാ സീഡ്സ് ആണ്. നോർമലി രാത്രി സോക്ക് ചെയ്തിടാറുണ്ട്, പക്ഷെ ഇപ്പോൾ സോക്ക് ചെയ്തിടുന്നില്ല. കാരണം ഞാൻ ഇപ്പം തന്നെ അത് കുടിക്കുന്നില്ല. ഞാൻ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് കുടിക്കുന്നുള്ളൂ. ഇത് ശരിക്കും കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് രാവിലെ തന്നെ നമുക്കൊരു ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഉള്ളൊരു ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലേ നമ്മുടെ വയറ്റിനൊക്കെ തോന്നുന്നത്. അതൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. കാരണം ഞാനിത് ഓവറാക്കിയിട്ട് ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. ബട്ട് ഇതിലുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ലതായതുകൊണ്ട് തന്നെ എൻ്റെ വയറ്റിന് ഒരു സുഖമുണ്ട് രാവിലെ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഇത് കുടിക്കുമ്പോൾ തന്നെ. ഞങ്ങൾ വീട്ടിൽ 2 പേരും നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പൊന്നും ഫുഡ് കഴിച്ചിട്ട് പോവില്ല. നമുക്കൊരു ടൈമുണ്ട്. ആ ഒരു ടൈമിലാണ് നമ്മൾ ഫുഡ് മോസ്റ്റ്ലി കഴിക്കാറ്. അതല്ലാതെ ഏർലി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ പ്രിപ്പയർ ആക്കി കഴിച്ചിട്ടൊന്നും പോകാറില്ല. ഉണ്ടാക്കിയാൽ തന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എടുക്കാറേ ഉള്ളൂ. അപ്പോൾ പിള്ളേന് വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചു. ദെൻ വാട്ട്, ഇനി കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനിടണം. ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട് എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഡ്രസ്സ് വാഷ് ചെയ്യാനിടാമെന്ന്. ഞാനത് ഒരു ഓൾമോസ്റ്റ് ഒരു ഫുള്ളായാലാണ് വാഷ് ചെയ്യാനും ഇടാറുള്ളൂ കേട്ടോ. അല്ലാതെ കുറച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇനി വാഷ് ചെയ്യാം എന്നുള്ളൊരു ഇതില്ല. മടിയായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഫില്ലാവാതെ വാഷ് ചെയ്യാനും ഇടില്ല. ഹാല് നല്ല ഉറക്കത്തിലാണ്. കാരണം എഴുന്നേക്കാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ഞാനും ഇനി ഉറങ്ങാൻ പോവാണ്. കാരണം എനിക്ക് എപ്പോൾ രാവിലെ എത്ര നേരത്തെ എഴുന്നേറ്റെന്ന് പറഞ്ഞാലും ഇൻ ബിറ്റ്വീൻ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഉറങ്ങണം. ശീലമായിപ്പോയി. പിന്നെ അതല്ല ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും ഭയങ്കര ടയേർഡായിട്ട് പോകും, അല്ലെങ്കിൽ ഉറക്കം ശരിയായിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് ഉറങ്ങാറുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയൊന്ന് നമുക്ക് ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്നിട്ട് കാണാം. ഉറങ്ങി എഴുന്നേറ്റു. ഇന്ന് കുറച്ച് അധികം
സമയം എടുത്തിട്ട് ഉറങ്ങി. ഞാൻ കിടക്കണ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കം എൻ്റെ ഒരു മൂഡായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓരോ ഇങ്ങനെ പണികൾ ചെയ്ത് തുണി വാഷ് ചെയ്യാനിട്ട് പാത്രം കുറച്ച് കഴുകി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം കുറച്ചൊന്ന് ഡിലേ ആയി. കാരണം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ഉറക്കം കുറച്ച് ഡിലേ ആയി. അപ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞാൽ, സാധാരണ ഞാനിങ്ങനെ രാവിലെ വെളുപ്പിന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ഉറക്കം വരില്ല. കുറച്ചധികം നേരം ഇങ്ങനെ തിരിഞ്ഞ് കിടന്നൊക്കെയാണ് പിന്നെ ഉറക്കം വരുള്ളൂ. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നോർമലി അങ്ങനെ ഉറക്കം വരാറില്ല. അത് പേടിച്ചിട്ടാണ് ഞാൻ പോയി കിടന്നത് തന്നെ. പക്ഷെ ഞാൻ കിടന്നത് ഉറങ്ങിപ്പോയി. നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയില്ലേ, അതുപോലെ. അങ്ങനെ ഞാൻ ഉറങ്ങി കഴിഞ്ഞിട്ട് 10 മണിയായി. ഇപ്പം സമയം 10 മണിയായി. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. തേങ്ങ അരയ്ക്കണ്ട, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരായിരിക്കും. എൻ്റെ വീട്ടിലടയ്ക്കും ഉച്ചയ്ക്ക് സമയമില്ലാത്തപ്പോൾ ഉണ്ടാക്കാറുണ്ട് ഇത് കറി. പക്ഷെ വേറെ ആർക്കും വലിയ ഇഷ്ടമല്ല, എനിക്കിഷ്ടമാണ്. അപ്പം ഞാനിതിപ്പോൾ വലിയ ഇഷ്ടമാവും, വലിയ ഇഷ്ടമാവും എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്ന കറിയല്ല. പക്ഷെ എനിക്ക് സമയമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉറങ്ങിയപ്പോൾ കുറച്ചധികം സമയമായിപ്പോയി. അപ്പം എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്തിട്ട് തേങ്ങ അരയ്ക്കാനും തേങ്ങ പുറത്തേക്ക് എടുത്ത് വയ്ക്കാനും ഒന്നും സമയമില്ല. അപ്പോൾ അതാണ് നമുക്ക് ക്വിക്കായിട്ട് ഈ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു തരാം. ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് പാനിലേക്ക് ചെറിയ ഉള്ളി ഇടുക. വഴറ്റി വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കുറച്ചിട്ട്, ഓവർ മസാലയുടെ ഫ്ലേവർ വരരുത്. മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ചിട്ട് ഇടുക. അതിനുശേഷം വേറൊരു ബോട്ടിൽ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടാണ്. എന്നിട്ട് ആ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ഒന്ന് വഴണ്ട് വരുമ്പോൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ മുട്ട ജസ്റ്റ് പൊട്ടിച്ചിടുക. എന്നിട്ടൊരു 2 മിനിറ്റ്സ് മുട്ട നദി കിടന്ന് വേവാൻ. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിലൊക്കെ ആഡ് ചെയ്യാം. സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. എന്താ ചെയ്യണേ? ഓറഞ്ച് കഴിക്കണോ? ഓക്കെ. ചപ്പാത്തിയാണ് ഞാൻ മോസ്റ്റ്ലി വാങ്ങിക്കാറ്. നല്ല ക്വാളിറ്റിയുള്ള ചപ്പാത്തീസാണ് കേട്ടോ ഇവരുടെ. റെഡി ടു ഈറ്റ് അല്ല, നമുക്ക് റെഡി ടു കുക്ക് ചപ്പാത്തി. വേറെ തന്നെ ആലു പറാത്ത, ഗോബി പറാത്ത ഇതൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ആലു പറാത്ത സോ ഗുഡ്. ലുലുവിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലുലുവിനാണ് വാങ്ങിച്ചത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ചപ്പാത്തീസിൽ വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ആലു പൊറോട്ടയും എല്ലാം. ആലു പൊറോട്ടയാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത്. അപ്പോൾ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ കറി കാണാൻ വലിയ രസമൊന്നുമില്ല, ബട്ട് ഇറ്റ്സ് ഗുഡ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ലഞ്ച് കഴിക്കാനുള്ള ഒരു ടൈമും എനിക്കില്ല, പ്രിപ്പയർ ആക്കാനും ഉള്ളൊരു ടൈമില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് പോകണം. എനിക്കെപ്പോഴും ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് വീട് ഭയങ്കര ക്ലീൻ ആയിട്ടിരിക്കണം. കാരണം തിരിച്ച് റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു റൂമിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫുൾ മൈൻഡ് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം വീട് വൃത്തിയാക്കിയിട്ടിട്ട് പോകാൻ നോക്കാറുണ്ട്. പിന്നെ ചെറിയൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഇത് ഞാൻ ഓർഡർ ചെയ്തൊന്നുമല്ല, ബില്ലു എന്തോ എപ്പോഴും ഓർഡർ ചെയ്തതാണ്. ഇപ്പോഴാണ് ഡെലിവർ ആയത്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ക്ലീൻ ആക്കിയിട്ട് പോകണം. ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കി നടക്കുന്നത് കൊണ്ട്
എനിക്കങ്ങനെ ഭയങ്കര ഒരു മെസ്സി ഞാൻ ആക്കാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും നമുക്ക് ചില സമയത്തൊന്നും എപ്പോഴും ഈ ഒരു എപ്പോഴും ക്ലീൻ ആക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാനിങ്ങനെ വലിച്ചു വാരിയൊക്കെ ഇടും. പക്ഷെ എന്നാലും മൈൻഡ് ഒരു സുഖം ഉണ്ടാവില്ല അങ്ങനെ കിടക്കുമ്പോൾ. മാക്സിമം ക്ലീനാക്കി തന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമുക്കൊരു ഹെവിനെസ് തോന്നില്ല ക്ലീൻ ചെയ്യുന്ന സമയത്ത്. ഇനിയിപ്പോൾ ഒരുപാട് സമയമല്ല ഡ്യൂട്ടിക്ക് പോകാൻ. ഞാൻ വേഗം തന്നെ റെഡി ആവാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് കഴിച്ചുകൊണ്ട് വലിയ കാര്യമായിട്ട് വിശക്കുന്നില്ല. ആലക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവളെ ഡ്രസ്സ് മാറ്റി റെഡിയായി നിൽക്കണം. അവൾക്ക് ഡേ കെയറിൽ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ് ഉള്ള കാര്യമാണ്. അപ്പോൾ അവൾ നേരത്തെ കൂട്ടി റെഡി ആയിട്ട് തന്നെ നിൽക്കും. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. നോട്ട് സ്റ്റോപ്പ് ചെയ്യും. എനിക്ക് ഇറങ്ങുന്നത് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് 2:15 എന്നാലാണ് എനിക്ക് 3 o'clock അടുത്താകുമ്പോൾ എത്താൻ പറ്റുള്ളൂ. ഇത്ര സമയം പോയി. ഇന്നത്തെ ഒരു ദിവസം ഇറ്റ്സ് ലൈക്ക് ഒരു ടയേർഡായിട്ടുള്ളൊരു ദിവസം പോലെ തോന്നി. ഒരു ചെറിയ ബോഡി പെയിൻ ഉണ്ടായിട്ടോ. കഴിഞ്ഞ വ്ളോഗിലും ബോഡി പെയിൻ എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെയൊക്കെ ഓക്കെ ആയിരുന്നു. എന്തായാലും പോലെ ഞാൻ ജസ്റ്റ് വേണ്ടി സിമ്പിൾ മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാം. മേക്കപ്പ് ലുക്ക് എന്ന് പറയാനൊക്കെ ഉണ്ടോ എന്നറിയില്ല. ജസ്റ്റ് ഒരു സിമ്പിൾ വർക്ക് ലുക്ക് അങ്ങനെ പറയാം. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ. സെറാവിൻ്റെ മോയ്സ്ചറൈസറാണ് ഇത്. ഇതിലുണ്ട് ഇറ്റ്സ് ഫ്രം ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻ ടൈപ്പ്. അതുപോലെ തന്നെ ഓയിലിൻ്റെയും ഡ്രൈൻ്റെ ഒക്കെ ഉണ്ട്. ഞാനിത് വാങ്ങിച്ചത് കഴിഞ്ഞ വിൻ്റർ സീസണിലാണ്. കഴിഞ്ഞ വിൻ്റർ സീസണിൽ എൻ്റെ ഫേസ് ആകെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വാങ്ങിച്ചതാണ് ഞാനത്. അതുകൊണ്ട് ഞാൻ വെരി ഡ്രൈ, എനിക്ക് കഴിഞ്ഞ സീസണിലാണ് മനസ്സിലായത് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആണ്, എക്സ്ട്രീം ഡ്രൈ ആണ്. സോ അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. എനിക്ക് ശരിക്കും നല്ല വർക്കായി. പക്ഷെ ഞാനിത് വാങ്ങിച്ചത് വിൻ്ററൊക്കെ ഏതോ കഴിയാറായി. ഞാൻ കുറേ എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് സഫർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് വാങ്ങിക്കുന്നത് തന്നെ. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ആ ഒരു മോയ്സ്ചറൈസർ ഇട്ടു. ദെൻ ഇറ്റ്സ് എ സൺസ്ക്രീൻ ബൈ ഡോക്ടർ ഷീത്ത്. ഇത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ബേറനിൽ കിട്ടുമെന്ന്. ഇവിടെ ബേറനിൽ കിട്ടില്ല. ഇത് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ ഒക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റും. ഞാൻ നാട്ടിൽ നിന്ന് മുറിച്ച് വന്ന സമയത്ത് ആണ് കൊണ്ടുവന്നത്. ഇറ്റ്സ് ഫോർ ഓൾ ഇന്ത്യൻ സ്കിൻ ടൈപ്പ്. നല്ലൊരു സൺസ്ക്രീനാണ്. ഞാൻ ഇതിന് മുമ്പ് ഡെർമക്കോൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഡെർമക്കോൻ്റെ നല്ല ഇഷ്ടമായിരുന്നു. ബട്ട് ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ. 2 ബോട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ബോട്ടിൽ ഫസ്റ്റ് ബോട്ടിൽ ഫിനിഷായി. ഈ ഒരു ലിപ് ബാം ഞാൻ വാങ്ങിച്ചത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സിറ്റി സെൻറ്ററിൽ നിന്നാണ്. ബൂട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫാർമസിയിൽ നിന്ന് അവരെ തന്നെ ഒരു ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കറണ്ടിൽ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ ഐലൈനർ പെന്നാണ് യൂസ് ചെയ്യാറ്. മറ്റേ ബ്രഷ് ഐലൈനർ യൂസ് ചെയ്യാറില്ല. ഞാനെപ്പോഴും യൂസ് ചെയ്യുന്ന ഐലൈനർ പെന്നാണ്. എനിക്ക് ഇതിനിങ്ങനെ പ്രത്യേകിച്ച് ഇതിൻ്റെ ബ്രാൻഡ് എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഇതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് നല്ല ബ്രാൻഡ് വേണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. എനിക്ക് ജസ്റ്റ് ഒരു 2 ലൈൻ വരയ്ക്കാനല്ലേ. കുറേ നാളായിട്ട് ഇങ്ങനെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും ഇടുന്ന തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതാരണം ഞാനിത് എൻ്റെ എല്ലാം നേരത്തെ ഇരുന്നാണ് നൈക്കേൻ്റെ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. നൈക്കേൻ്റെ UR ലാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതെൻ്റെ കയ്യിൽ നിന്ന് ചാടിയിട്ടൊന്ന് ജസ്റ്റ് ഇതിൻ്റെ തുമ്പ് ഇങ്ങനെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്തോ ഒരു ഇതായിട്ട് ഇങ്ങനെ ഞാൻ മാറ്റി വെച്ച് പിന്നെ ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോൾ 2-3 ദിവസമായിട്ട് ഇപ്പോൾ ഇതാണ് ഇടുന്നത്. അത് ഞാൻ ഷെയ്ഡ് ഇട്ട് കാണിച്ചു തരാം. ഒരു പീച്ചി പിങ്കി അണ്ടർടോൺ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ന്യൂഡാണ്, പക്ഷെ അങ്ങനത്തെ ഒരു ഷെയ്ഡ്. കമാല സ്ലോലി. ഇനി ഡ്യൂട്ടിക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടിക്ക് പോകുന്നത് മടി പിടിച്ചിട്ട് പോകുന്ന ഒരു ദിവസമാണ്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് വീട്ടിലിരിക്കില്ലേ, അങ്ങനെ ഇരിക്കാൻ തോന്നിയ ഒരു ദിവസം. പക്ഷെ ജോബിന് പോകുന്നതുകൊണ്ടായതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞിരിക്കാനും പറ്റില്ല. അങ്ങനെ ആലാനെ നമ്മൾ ഡേ കെയറിലാക്കി. ഇനി ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം. ഡ്യൂട്ടിക്ക് പോകുമ്പോഴുള്ള വീഡിയോസൊന്നും ഞാൻ എടുക്കാറില്ല.
നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം. അപ്പോൾ എന്തായാലും തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ പറയും. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ഹാല ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിലും ഈ ഒരു 3 to 11 ഡ്യൂട്ടി ടൈമിലൊക്കെ അവളൊരു ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉറങ്ങിപ്പോകാറുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഉറങ്ങി കിടക്കുന്ന കാണുമ്പോഴേ ഒരു വിഷമാണ്. നമ്മൾ രാവിലെ കുറച്ച് നേരമല്ലേ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നല്ല ഉറക്കമാണ് ആള്. പിന്നെ ഫുഡ് ഉണ്ടാക്കലൊന്നും ഇന്ന് വലിയ കാര്യമായിട്ട് നടക്കാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു റൂസി വാങ്ങിച്ചിട്ട് പോകാമെന്ന്. അപ്പം നമ്മുടെ അടുത്ത് തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. അവിടെ നിർത്തിയിട്ട് ഫുഡ് വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നത്. ഇനി വീട്ടിൽ ചെന്നിട്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു 11:30 ഒക്കെ ആവും വീട്ടിലെത്തുമ്പോൾ. അങ്ങനെ തിരിച്ച് റൂമിൽ വന്നു. ഇപ്പോൾ സമയം ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട്. രാവിലെ പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ ദിവസം കുറച്ചൊരു ഡള്ളായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പറ്റുന്ന പോലെയൊക്കെയാണ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബില്ലുമാണ് ഗ്രോസറി വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അതൊന്ന് തിരിച്ച് റീസ്റ്റോക്ക് ചെയ്ത് വെക്കാനുണ്ട്. അതിനുശേഷം സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോകണം. നാളെയും ഈവനിങ് തന്നെയാണ് ഡ്യൂട്ടി. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങാൻ സമയമുണ്ട്. രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും കിടക്കും. സെയിം റൊട്ടീൻ എവരിഡേ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് അതിനിടയ്ക്ക് എൻ്റെ ID ടാഗ് മിസ്സായി. അപ്പോൾ ഞാൻ അതിങ്ങനെ ഇവിടെ ഫുൾ തപ്പി ഇങ്ങനെ നടക്കുമായിരുന്നു, കിട്ടിയില്ല. ഓക്കെ, ദെൻ നമുക്കിനി വാങ്ങിച്ചതൊക്കെ എല്ലാം ഒന്ന് എടുത്ത് വയ്ക്കും. ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ യൂസ് ചെയ്യുന്ന ചപ്പാത്തി. ഇന്നിപ്പോൾ ബില്ല് വാങ്ങിച്ചേക്കുന്നത് വേറൊരു ബ്രാൻഡിൻ്റെ ആലു പറാത്തയാണ് കേട്ടോ. ഇതെന്താണ്, വാദിലാൽ ആലു പറാത്ത, അതാണ് കേട്ടോ. അത് നമുക്ക് ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് ഇന്ന് തിരിച്ചെനിക്ക് ഫ്രിഡ്ജിൽ കയറ്റേണ്ട സാധനങ്ങൾ. ഇന്ന് ഞാൻ വളരെയധികം മടിയായതുകൊണ്ടും, മടി മാത്രമല്ല ഭയങ്കര ടയേർഡായതുകൊണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ തന്നെ കയറ്റി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ്. നാളെയാണ് ഞാനിതൊക്കെ ഇനി എല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് സമയമല്ല, ഇന്ന് എനിക്ക് ഉറങ്ങണം. സോ ബിഫോർ ഗോയിങ് ടു ബെഡ് ഇതൊക്കെ ഫിനിഷ് ആക്കിയിട്ട് ഉറങ്ങും. ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ട സംഭവമാണിത്. ഇത് കുറച്ച് ഒരു ലാസ്റ്റ് വീക്ക് വാങ്ങിച്ചതാണ്. മനാമയെന്നൊരു നമ്മളെ ഒത്തൻറ്റിക് കേരള ഷോപ്പുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഉള്ളവർ എന്താണ്, അതിൻ്റെ പുറത്ത് കുറേ ഇങ്ങനെ നമ്മുടെ മൺചട്ടികളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷോപ്പാണ്. അവിടെ അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും കയറിയിട്ടില്ലെങ്കിൽ ഒരു 1 ടൈം മസ്റ്റ് വിസിറ്റാണ് കേട്ടോ അത്. കാരണം അതിൻ്റെ ഉള്ളിൽ നാട്ടിലൊക്കെ ചെല്ലുമ്പോഴുള്ളൊരു നോർമൽ പലചരക്ക് കടയിൽ ചെല്ലുമ്പോഴുള്ളൊരു ഒത്തൻറ്റിക് സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് വരെ നമുക്ക് അവിടെ കിട്ടും. നാട്ടിലെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതിന് മുമ്പ് പ്രാവശ്യം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞ സമയത്ത് ജസ്റ്റ് ഒന്ന് പോയപ്പോൾ ഇങ്ങനത്തെ കുറേ ഉപ്പിലിട്ടതൊക്കെ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഇത്. അപ്പോൾ ഇന്നിപ്പോൾ കണ്ടപ്പോൾ ഒരു ക്രേവിങ്സ്, ഇതവിടെ കഴിച്ചിട്ട് കിടക്കാം. ഈ ബ്ലാക്ക് റൈസിൻസൊക്കെ ഇനി വെള്ളത്തിലിടണം. കാര്യം ഇത് ചെയ്യാനൊരു 30 സെക്കൻഡ്സിൻ്റെ പണി പോലും ഇല്ല, എങ്കിലത് ചെയ്യാൻ ഇച്ചിരി മടിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്യണം. ബാക്കിയെല്ലാം ജസ്റ്റ് ഒന്ന് വാട്ടറിൽ സോക്ക് ചെയ്തിട്ടാൽ മതി. That's it for today. ഇനി കിടക്കാൻ പോവാണ്. ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗ് ഞാനിവിടെ എൻ്റെ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് കമൻറ്റ്. ആൻഡ് ഓൾസോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടു സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം. ദെൻ വാട്ട്, ഇനിയിപ്പോൾ അടുത്ത് നമുക്കൊരു വ്ളോഗായിട്ട് കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.